ഇന്നലെ 2 വിഭവങ്ങൾ പറഞ്ഞെങ്കിലും പിന്നെ ഒന്ന് അപ്ലോഡ് ആയില്ല. അത് എണ്ണ ബദനക്കായി എന്ന് പറഞ്ഞ കന്നഡ വിഭവം. അപ്പോൾ അതിൽ ആവശ്യമുള്ള സാധനങ്ങളാണിത്. ഇങ്ങനത്തെ വളരെ ഉള്ളിൽ കുരുവൊന്നുമില്ല, അതിങ്ങനെ ഞെക്കി നോക്കി വാങ്ങിക്കണം. ഉള്ളിൽ കുരുവില്ലാത്ത ഇങ്ങനത്തെ വഴുതനങ്ങ. ആ വഴുതനങ്ങ വസ്ത്രത്തിൽ കുറച്ചിങ്ങനെ ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കണം. പക്ഷെ നേരത്തെ വെക്കരുത്, ഇത് മസാല സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അത് നേരത്തെ വെക്കേണ്ട, അപ്പോൾ കറുത്തു പോകും. അതുകൊണ്ട് അത് ഞാനിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉള്ളി, കുറച്ച് ടൊമാറ്റോ, ഒരു ടൊമാറ്റോ, ഒരു ഉള്ളി, പിന്നെ കുറച്ച് ജീരകം, ഉലുവ. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് എള്ളാണ്. എള്ള് കുറച്ച് അധികമായാലും സാരമില്ല. അപ്പോൾ അതിനൊരു കണക്ക് ഞാൻ പറയാം. 2-3 സ്പൂൺ എള്ള് വേണം. പിന്നെ സാധാരണ പോലെ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഈ മസാല ഉണ്ടാക്കണം. കുറച്ച് വഴറ്റിയിട്ട് മസാല അരച്ചിട്ട് ഇതിനകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടാണ് പിന്നീട് ഉണ്ടാക്കുന്നത്. നമുക്ക് മസാല തയ്യാറാക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇവരുടെ ടേസ്റ്റ് വരുമോ അറിയില്ല. അതുകൊണ്ട് ഇവർ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കടല എണ്ണയാണ് ഒഴിക്കാറ്. അപ്പോൾ അത് കുറച്ച് ഒഴിക്കാം മസാല തയ്യാറാക്കാൻ. എല്ലാത്തിനേക്കാളും ഇപ്പോൾ സേഫ് വെളിച്ചെണ്ണയാണെന്ന് വീണ്ടും പറയുന്നു. ഇതിൽ നമ്മൾ ആദ്യം കുറച്ച് ജീരകവും ഞാൻ ഉലുവയും കൂടെ എടുത്ത് വെച്ചത് ആദ്യം ഇട്ട് പൊട്ടിക്കുക. കടുകിടണ്ട, അതൊന്നിച്ചിടാം. ഒന്നിച്ചിട്ടിട്ടൊന്ന് അത് പൊട്ടുമ്പോൾ അതൊന്ന് ജീരകം പൊട്ടുന്നതോടുകൂടി ഉലുവ ഒന്ന് പൊട്ടണം. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഞാനതൊരു ഓപ്ഷനിലായിട്ട്, പക്ഷേ ഞാനത് സാധാരണ തന്നെ ഇവരുടെ ഈ പിന്നെ റെസിപ്പിയിൽ അതില്ല. പക്ഷേ എങ്കിലും ഞാൻ ചിലപ്പോൾ കുറച്ചിടും. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. എന്നിട്ട് നമുക്ക് അത് പൊട്ടിയപ്പോൾ ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് വഴറ്റണം. ഈ ഉലുവയും ജീരകം പൊട്ടുമ്പോൾ തന്നെ ഒരു നല്ല മണം വരും. ഉള്ളി ഇട്ടു. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് ടൊമാറ്റോ ഇടും. എള്ള ആദ്യമേ തന്നെ ഇടില്ല, കാരണം എള്ള് പിന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യമേ ഇതില്ല എള്ള്. ടൊമാറ്റോ അതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഒരു വിധമായി നല്ലോണം ഒരുപാട് ഇങ്ങനെ ഇതാവൊന്നും വേണ്ട. ഇങ്ങനെ ഈ സമയത്ത് നമുക്ക് മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കുറച്ചധികം ഇടാം. അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ സമയത്ത് നമുക്ക് എള്ളിടാം. എള്ള് കുറച്ച് അധികമായാലും സാരമില്ല. 2-3 സ്പൂൺ എള്ളിട്ട്. അപ്പോൾ ഇത് എള്ളിൽ നിന്നും കുറച്ച് എണ്ണ ഇറങ്ങും. അപ്പോൾ അതൊന്നും കൂടി വഴറ്റിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാനായിട്ട് ഒരു 2 മിനിറ്റ് വെക്കണം. മസാല നമുക്ക് അരച്ചിട്ട് അതിൽ സ്റ്റഫ് ചെയ്യുന്ന കാരണം ആദ്യമേ തന്നെ കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് ഇതിലേക്ക് അരയ്ക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് കറിവേപ്പില. എല്ലാം കൂടെ നല്ല മണം വരുന്നുണ്ട്. ഒന്ന് വഴറ്റാനായിട്ട് വെള്ളമൊക്കെ ഒന്ന് പൊരിഞ്ഞ് വരാനും ഒന്ന് വഴറ്റണം. ഇതിൽ എള്ളിട്ടേക്കുന്നത് കൊണ്ട് അതിൽ നിന്നും പതുക്കെ ഇങ്ങനെ കുറേശ്ശെ എണ്ണയൊക്കെ ഇറങ്ങി വരും. നല്ല എള്ളെണ്ണയുടെ മണം. കറുത്ത എള്ളായാലും കുഴപ്പമില്ല, വെളുത്ത എള്ളായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെളുത്ത എണ്ണ ഇട്ടൊന്ന്, വെളുത്ത എള്ളെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളി കളഞ്ഞല്ലോ. അങ്ങനെ കുറേശ്ശെ എണ്ണ വരും. ഇത്രയും മതി. നമ്മളിത് ഓഫ് ചെയ്തു. മറ്റൊന്ന് ചൂടാറുമ്പോൾ അരയ്ക്കാം. പുളി കൂടുതൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ടൊമാറ്റോ ഇതിലിട്ടിട്ടുള്ളൂ. പുളി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു 2 ടൊമാറ്റോ ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം വാളംപുളി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരയ്ക്കാം, പുളി കൂടുതൽ വേണമെങ്കിൽ. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഈ അരപ്പ് ഇങ്ങനെ നമ്മൾ സ്ലിറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ
കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ചെയ്യാൻ വരുമ്പോൾ നോക്കണം ഇതിൽ പുഴു വല്ലതും ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കറുത്ത കുത്തുകളോ അങ്ങനെ ഉണ്ടെങ്കിലൊന്നും ഇടരുത്. അപ്പം അങ്ങനെ ഇത് ഓരോന്നും നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഇങ്ങനെ 3 or 4 ആയിട്ട് ഇങ്ങനെ അറ്റം വിടരുത്, അറ്റം വിടാതെ ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കണം. ഇത് ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. സ്റ്റഫ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് സ്റ്റഫ് ചെയ്യേണ്ട, അത് മുറിച്ചതിൻ്റെ ഇടയിലേക്ക് ഒന്നിങ്ങനെ പിന്നെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അരപ്പ് അവിടെ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തു. സെയിം പാത്രത്തിൽ സ്റ്റവ് ഓൺ ചെയ്തിട്ട് പിന്നെ അപ്പം നമ്മൾ വീണ്ടും കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ചിട്ട് ഈ വഴുതനങ്ങ നിരത്തി വെച്ച് റോസ്റ്റ് ചെയ്യും. കുറേ നേരം വേണമല്ലോ, കുറേ പണി വേണമെന്നല്ല, പക്ഷേ നല്ല ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ആ സ്റ്റഫ് ചെയ്തത് പെറുക്കി വയ്ക്കും. ചൂടാകുന്നതാണ് ഇങ്ങനെ പെറുക്കി വെച്ചിട്ട് അധികം എണ്ണയൊന്നും വേണ്ട. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അധികം എണ്ണയൊന്നും വേണ്ട. ഓരോന്ന് എല്ലാം പെറുക്കി വെച്ച് പിന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഈ സമയത്ത് നമ്മളെല്ലാം പെറുക്കി വെച്ചിങ്ങനെ അത് റോസ്റ്റ് ചെയ്ത പോലെ എടുക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ചെറിയ തീയിൽ മൂടി വയ്ക്കുമ്പോൾ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പുറം ഒന്ന് മറിച്ച് വെച്ചാൽ മതി. ചെറിയ തീയിലിട്ടിട്ട് മറിച്ച് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലികൾ ചെയ്യാം. ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ, പക്ഷേ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെക്കുമ്പോൾ ഒന്ന് കരിയാതെ നോക്കണം. എന്നിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. വെള്ളമൊട്ടും ഒഴിച്ചിട്ടില്ല. ഞാൻ പിന്നെ വീണ്ടും ഒന്ന് മൂടി വെച്ചു, കാരണം കരിയാതിരിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വറുത്തെടുക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ ഞാനത്ര അധികം എണ്ണ ഒഴിക്കാറില്ല. അതുകൊണ്ട് തിരിച്ച് മറിച്ചിങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ അരച്ച് കഴിഞ്ഞ് അരപ്പ് വെള്ളം ഇപ്പോൾ ഏകദേശം വെന്തു. നമ്മളിങ്ങനെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം അത് വെന്തത്. അപ്പോൾ ഈ ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ചതിൻ്റെ നമ്മളിത് കഴുകിക്കളയില്ല. എല്ലാ മസാലയും വരണില്ലെന്ന് വെച്ചിട്ട് ആ കഴുകിയ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു. എന്നിട്ട് വീണ്ടും ഒന്നൊരു തിള വരുമ്പോൾ മസാല ഇട്ടിട്ടൊന്ന് അതിൻ്റെ ആ ഒരു, പക്ഷെ അത് പച്ചമണമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മൾ വഴറ്റിയതാണ്. അപ്പോൾ എല്ലാം നല്ലപോലെ സോഫ്റ്റായി ഞെക്കി നോക്കുമ്പോൾ അറിയാം നമുക്കത് നല്ലപോലെ വെന്തു. അപ്പോഴാണ് ഈ സമയത്ത് നമ്മുടെ അരച്ച് വെച്ച അരപ്പ്, ഇതിപ്പോൾ ആ വെള്ളത്തിലാണ് വെന്തത്, ഒരുപാട് വെന്ത് ഉടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ പോകും. അപ്പോൾ നമ്മൾ അരച്ചത് ഇതിലേക്ക് ഇട്ടു. ഒന്ന് ഇളക്കി. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. തിളച്ച വെള്ളം കുറച്ചുണ്ട്. ചപ്പാത്തിക്കുള്ള പരുവത്തിനോ, സാധാരണ ഈ നാട്ടുകാരിത് മട്ടൻ ബിരിയാണിയുടെ കൂടെയാണ് അവർ കൊടുക്കുന്നത് സൈഡ് ഡിഷായിട്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ അതിൻ്റെ ഉപ്പും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്തൊരു നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് കൊത്തമല്ലി ഇല എന്ന് വെച്ചാൽ മല്ലിയുടെ ഇല അത് കന്നഡയാണ് കൊത്തമല്ലി ഇല. കുറച്ച് അതിങ്ങനെ സ്പൂൺ കൊണ്ടോ എങ്ങനെയെങ്കിലും കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ കുറച്ച് മല്ലിയില ഇങ്ങനെ തൂവണം. പിന്നെ നമുക്ക് വെറുതെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുറച്ച് ടൊമാറ്റോൻ്റെ ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ എല്ലാ ഇതിൻ്റെയും മേലെ ഭംഗിയിൽ വെക്കണമെങ്കിൽ വയ്ക്കാം എന്നേ ഉള്ളൂ. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണിത്, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കാവട്ടെ അല്ലെങ്കിൽ ഇവിടെ എല്ലാം ബിരിയാണിക്കാണ് ഇവർ ഇത് സാധാരണ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. താങ്ക് യു. കൊത്തമല്ലി സൊപ്പു ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. സൊപ്പു എന്ന് പറഞ്ഞാൽ അപ്പോൾ കന്നഡ വാക്കുകൾ ചിലത് നമുക്കൊരു തമാശയായിട്ട് തോന്നും. നമ്മൾ ചപ്പും ചവറെന്നൊക്കെ പറയുന്ന പോലെയാണ് സൊപ്പു. അപ്പോൾ കൊത്തമല്ലി എല്ലാം ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, അല്ലാത്തവർക്കിടാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.